ഇതുപോലെ നമുക്ക് കോസ്റ്റ്യൂമൊക്കെ ചെയ്തിട്ട് 2 ഗ്രൂപ്പായിട്ട് വന്നിട്ട് ചെയ്യാനുള്ളൊരു ഗെയിമാണല്ലേ? കുറച്ച് ആൾ വേണ്ടി വരും. ഇല്ലാതെ കണ്ടില്ല അവിടെ ആളുകൾ സെറ്റ് ചെയ്യണമെന്നോ അല്ലേ? അത് കണ്ട ആ ഒരു ഇതാണ്. ഇത് കണ്ടില്ലേ, ഈ ഒരു ഗെയിം കളിക്കണവർ ഇവിടെ വന്നിട്ട് ഈ ഡ്രസ്സ് എടുക്കുകയാണല്ലേ? രണ്ട് ടീമാണ്. ഒരു ടീം ഗ്രീൻ ഔട്ട്ഫിറ്റ്സും ഒരു ടീം വൈറ്റ് ക്യാമോ. എത്ര പേര് വേണം ഈ ഗെയിം കളിക്കാൻ? ഒരു ഗുഡ് ഗെയിമാണ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു മിനിമം റെക്കമെൻഡഡ് സൈസ് 8 to 10 people. മൊത്തം 10 പീപ്പിൾ വേണം. 5 പീപ്പിൾ വെച്ച് 5 versus 5. പക്ഷേ പെയിന്റ് ബോൾ ഗെയിമിൽ മെയിൻ ആയിട്ട് നമ്മൾ 2 ടൈപ്പ് സെക്ഷൻ ഉണ്ട്. ഒന്ന് അപ്പോൾ ഒരു ഒറ്റ ഫാമിലി ഒറ്റ ഗ്രൂപ്പ് തന്നെ ഒന്നും ഇല്ല, 10 പേര് അങ്ങനെയൊന്നുമില്ല. ഇവിടെ വന്നവരെ കൂടി ജോയിൻ ആയിട്ട് അവരുമായിട്ട് ഗെയിം ഇപ്പൊ 2 ഫാമിലി വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്, അടുത്ത ഫാമിലി വന്ന് അവരുമായിട്ട് ജോയിൻ ചെയ്യാം. അങ്ങനെയാണ് ഗെയിം സെറ്റ് ചെയ്യണത്. അല്ല, അങ്ങനെയല്ല. നമുക്ക് 2 ടൈപ്പ് സെക്ഷനാണ് വരുന്നത്. ഒന്ന് പ്രൈവറ്റ്, ഒന്ന് ഓപ്പൺ. അപ്പോൾ ചില ടീം അവർക്ക് പ്രൈവറ്റ് വേണം. അവർക്ക് പ്രൈവറ്റ് ആണെങ്കിൽ മിനിമം ഒരു 10 players അല്ലെങ്കിൽ 8 players ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് പ്രൈവറ്റ് ഗെയിം കൊടുക്കും. അവരുടെ ടീം മാത്രമായിട്ട് കളിക്കും. പിന്നെ ഈ ഒരു ഗെയിമിൻ്റെ ഒരു റിയൽ ഫണ്ട് വേണമെങ്കിൽ മിനിമം നമ്മളൊരു 8 പേരെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ലെസ് ദാൻ 8 ഉള്ള ആൾക്കാർ അവർ വേറെ ടീമിനുമായിട്ട് ജോയിൻ ചെയ്ത് അവരൊരു ഗ്രൂപ്പായിട്ട് കളിക്കും. ഇതാണ് പ്ലേ ഗ്രൗണ്ട് വരുന്നത്, പെയിന്റ് ബോൾ ഗ്രൗണ്ട്. അവർ 2 ടീമായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വന്നിട്ട് ഒരു ടീം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ഒരു ടീം അപ്പർ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ഓപ്പോസിറ്റ് സൈഡിൽ. ഇത് കണ്ടില്ലേ, ഇതാണ് പ്ലേ ഗ്രൗണ്ടായിട്ട് വന്നിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഈ ഒരു ഭംഗി നോക്കണ്ടേ. ഇതിൻ്റെ അകത്ത് 2 ടീമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. 2 ടീമായിട്ട് ഇത് കണ്ട യൂണിഫോമൊക്കെ ഇട്ട് ഇവരിങ്ങനെ പോവുകയാണ്. ഇതിൻ്റെ അകത്താണ് ഗെയിം നടക്കണം അല്ലേ? ഇതിനകത്താണ് ഗെയിം നടക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഗെയിം കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ റഫറീസ് എല്ലാം ഉണ്ടാവും. പിന്നെ റഫറി ഉണ്ട്. പിന്നെ ഇതിൽ കുറച്ച് റൂൾസ് ഉണ്ട്. റൂൾസ് എല്ലാം നമ്മൾ ഗെയിമിന് സ്റ്റാർട്ടിങ്ങിന് മുമ്പ് തന്നെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത്, പിന്നെ പ്ലസ് നമ്മളെ 2 റഫറീസ് ഇതിനകത്തുണ്ടാവും. മിനിമം 2 റഫറി, മാക്സിമം 4 or 5 റഫറീസ് ഉണ്ടാവും ഗെയിമിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ സൈസ് അനുസരിച്ച്. ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങനെ അടിച്ചിട്ടുണ്ട്, പൊട്ടണ ബോളാണ് ഇത്. അത് കണ്ടോ? ഓ, ഇപ്പോൾ മനസ്സിലായി. ഓ, പെയിന്റ് അതിൽ വരും അല്ലേ? ഓക്കെ. ഓ, കുഴപ്പമില്ല. ഞാൻ ഒരെണ്ണം ഇത് കണ്ട, ഇത് അടിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ ഇത് കണ്ടോ, പെയിന്റ് ആണ്. അപ്പം മേത്തേക്കാണ് അടിക്കണം. നമുക്ക് ഒരു ഷോട്ട് കൊണ്ടു കഴിഞ്ഞാൽ ഔട്ടായി. അത് ഷോട്ട് കൊണ്ടുവന്ന് അറിയുന്നതിനാണ് ഈ ഒരു കളർ ചെയ്തിരിക്കുന്നത് പെയിന്റ്. ഓക്കെ. അപ്പോൾ ഇതൊരാള് ഇപ്പൊ സമ്മർ സീസണാണ് അല്ലേ? ഇപ്പൊ സമ്മറാ. ഇതിനിപ്പോ എത്ര രൂപയാണ് ഇതിന്റെ ചാർജ്? സമ്മറിൽ നമ്മൾ ബെസ്റ്റ് പ്രൊമോഷൻ നടക്കുന്നത് 55 dirhams ആണ് ഒരാളിന് അല്ലേ? 55 dirhams. ഇത് ഒരു ഫുൾ സെക്ഷൻ വരുന്നത് 90 minutes ആണ്. 90 minutes. ഫസ്റ്റ് 30 minutes ഇതിന്റെ പ്രിപ്പറേഷനും രജിസ്ട്രേഷനും സേഫ്റ്റി ബ്രീഫിംഗ് ആയിട്ട് പോകും. പിന്നെ നെക്സ്റ്റ് 1 hour പ്ലേ ടൈം ഉണ്ടാവും. ഈ 1 hourൽ ഈ 55 dirhamsന് ഒരാളിന് 100 balls ഉണ്ടാവും. 100 balls. ഈ 100 ballsൽ മിനിമം 2 ഗെയിം, മാക്സിമം 3 or 4 ഗെയിംസ് വരെ പോകും. ഓഹോ, അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. എന്താ പേരെന്തായിരുന്നു? പേര് പറഞ്ഞു. യഹിയ. നാട്ടിലെവിടെയാണ്? ഞാൻ ട്രിവാൻഡ്രത്താണ്. എന്തായാലും സന്തോഷം. ഓക്കെ.